പീക്ക് നമ്മളെ ബൊഹേമിലെ കണ്ടപ്പോൾ പുള്ളി ഒരു വിധമാണ് തോന്നുന്നത്. പക്ഷേ ഇതിലെ പുള്ളി കരക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അത്ര ഒരു റഫ് ഒരു പോലീസുകാരനായിട്ട് പുള്ളി മാറി എന്ന് വെച്ചാൽ പുള്ളിയുടെ റേഞ്ചേ മാറിയിട്ടുണ്ട്. കുഞ്ചാക്കോവനൊക്കെയാണ് പടം മുഴുവൻ പോകുന്നത്. കരക്കിയിട്ടുണ്ട്. പിന്നെ ജെയ്ക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിൽ സിനിമയ്ക്ക് അത് അത്യാവശ്യം പിടുക്കിയിട്ടുണ്ട്. ജെയ്ക്സ് പടം ഒരു ഫുൾ ത്രില്ലിംഗ് മൂവി, ഒരു ഡാർക്ക് മൂവി ത്രില്ലിംഗ്, അടിപൊളി പടം. അക്ഷരം കണ്ടിച്ചു അത്ര വായിട്ടൊക്കെ സൂപ്പർ. ഇതുവരെ കാണാത്ത ചാക്കോച്ചനെ കാണണമെന്നുണ്ടെങ്കിൽ ഈ പടം കണ്ടാൽ മതി. അത്രക്കും സൂപ്പർ പെർഫോമൻസ്, ഒന്നും പറയാനില്ല. അത്രയും സൂപ്പർ ആക്ഷനൊക്കെ വേറെ ലെവൽ. ഇതുവരെയുള്ള യൂത്തന്മാർക്കൊക്കെ ഭീഷണിയാണ് ചാക്കോച്ചൻ. ഞാനൊരു ടീനേജ് പെൺകുട്ടിയുടെ അമ്മയാണ്. എനിക്ക് പറയാനുള്ള എല്ലാ ടീനേജ് പെൺകുട്ടികളുടെ അമ്മമാരെ അവരവരുടെ പെൺമക്കളുമായിട്ട് വന്നിരുന്ന ഈ സിനിമ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മളെല്ലാവരും കണ്ടോണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതിൻ്റെ അപ്പുറത്തേക്ക് കണ്ടിട്ടില്ല. ആ രീതിയിലാണ് പടത്തിനെ മേക്ക് ചെയ്തേക്കുന്നത്. എന്താ പറയുക, ഫസ്റ്റ് കുഞ്ചാക്കോനെ ആ ക്യാരക്ടർ എൻട്രി ചെയ്യുന്നതിൽ എന്ന ഹെവി ആയിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇലിവിഴാമ്പൂഞ്ചിയുടെ ഡയറക്ടറുടെ പടമാണ്. എക്സ്പെഷ്യലി നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ തിയേറ്ററിൽ വന്ന് കാണാം. അപ്പോൾ അതിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. എന്താ പറയുക, പ്രസന്റ് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് പോകുന്നത്. ഒരു സൈക്കോളജിക്കൽ ഫാമിലി തൊഴിലെന്ന് തന്നെ പറയാൻ പറ്റും. ക്ലൈമാക്സ് ഒക്കെ നമ്മൾ ചേറി നിറയുന്നേക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ടെസ്റ്റ് ഉണ്ട്. ജാക്സ് ജോയ് നിങ്ങളൊരു സംഭവം പടത്തിന് ഫസ്റ്റ് തൊട്ട് എൻഡിങ് ഒരു പടം പിടിച്ചിട്ടുണ്ട്. ഒന്നും പറയാല്ല. പടം കിട്ടിയതാണ്. പക്ഷേ ചാക്കോച്ചൻ്റെ ആക്ഷൻ പിന്നോട്ടാണ് അന്ന് നിന്നും. എനിക്ക് അത് ഭയങ്കര വിഷമമുണ്ട്. എനിക്കിത് പലവൻ ഡയറക്ടർമാരോട് അപേക്ഷയുണ്ട്. ഇനിയെങ്കിലും ചാക്കോച്ചന് ആക്ഷൻ കൊടുക്കുക, കിടില തീവാർന്ന സാധനം കൊടുക്കണം. ചാക്കോച്ചൻ പിന്നെ നല്ലൊരു ആക്ടറാണ്. മലയാളത്തിൽ 10-25 വർഷം നിൽക്കുന്ന ഒരു പേരുവർഷം ഒരുക്കിയ നല്ലൊരു ആക്ടറാണ് മലയാള സിനിമയിലെ. ആ ചാക്കോച്ചനെയൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആക്ഷൻ ആ ചാക്കോച്ചൻ അന്ന് നിന്നും പിന്നോട്ടാണ്. നമ്മുടെ ഡയറക്ടർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഡയറക്ടർമാർ കൃത്യം ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ ഒരു കലാകാരൻ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, ഒരു ഫാൻസ് എന്ന രീതിയിൽ പറയുകയാണ്, ചാക്കോച്ചനെ ആക്ഷനിൽ മുന്നോട്ട് കൊണ്ടുപോകണം. നല്ല രീതിയിൽ നല്ലോണം ആക്ഷൻ ചെയ്യുന്നില്ല, നല്ലോണം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നും അടി മേടിക്കുന്നുണ്ട്, കൊടുക്കുന്നില്ല. എനിക്ക് ഭയങ്കര, പക്ഷേ എനിക്ക് ഭ്രാന്തായി അതിന്. എനിക്ക് കയറി ഇടിക്കാതെ പോയി. ആദ്യമാണ് ദേഷ്യം. ആ പിള്ളേരെ എടുത്തിട്ട് ഇടിച്ചിട്ട് പോലും അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് പുള്ളിക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു മാസ സാധനം കൊണ്ട് പഞ്ചങ്ങോട്ട് വരുന്നില്ല. കൈ അടി മേടിക്കുകയല്ല, അങ്ങോട്ട് കൊടുക്കുന്നില്ല. കേട്ടാ എന്ത് ചെയ്യാനാണ്? നമുക്ക് ഫാൻസിനെ ഇഷ്ടപ്പെടുമോ? നമുക്ക് ഭയങ്കരമായിട്ട് വിഷം വരും. കാരണം വെച്ചാൽ ഞാൻ കൊടുത്ത ക്ലൈമാക്സ് നല്ല അടിപൊളി പൊരിഞ്ഞ അടി അടിക്കും. അടി അങ്ങോട്ടും ഇങ്ങോട്ടും വില്ലന്മാരും നായനും തമ്മിൽ അടി ഉണ്ടെങ്കിലും ആദ്യം ഒരു അടിയുണ്ട്. ആ അടി ശരിക്കും മേടിക്കുക, പിന്നെ രണ്ടാമതിനെ കൊടുക്കാൻ മേടിക്കും. ക്ലൈമാക്സ് വന്നെങ്കിലും ശരി ചാക്കോച്ചൻ നിന്ന് പൊളിച്ചെടുക്കുന്നു പറഞ്ഞെങ്കിലും, പക്ഷേ സന്തോഷം തിരുന്നപ്പോഴാണ് ക്ലൈമാക്സ് വന്നിട്ട് അടി മേടിക്കുക. പിന്നെ കൊടുത്ത് അങ്ങോട്ട് കൊടുക്കും, ശരിക്കും കൊടുത്ത്. പടം പൊളിപ്പടമാണ്. എൻ്റെ ഒരു അപേക്ഷ ഇതുള്ളൂ, ഡയറക്ടർ മലയാളം ഡയറക്ടറാണ് ഇനിയൊരു ചാക്കോച്ചൻ നല്ലൊരു ആക്ഷൻ കൊടുക്കണം, മാസ് ആക്ഷൻ കൊടുക്കണം. ചാക്കോച്ചൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസിനോടെ ഒന്നുമില്ല, രസം ഗംഭീരം, സൂപ്പർ പടം.